ഹായ് ഓൾ, ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ബികോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു സെഷനാണ് ഇന്നത്തേത്. 2026 കേരള PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ബികോം ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമുകളും അതുപോലെ തന്നെ 2026 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ബികോം ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാമുകളുമാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്. അപ്പോൾ ഡിഗ്രിക്ക് ബികോം മെയിൻ എടുത്ത് പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് ഈ ഒരു ബികോം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ബികോം ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ, അതായത് നല്ല സാലറിയോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച നമ്മുടെ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസുകളാണ് ഈ ബികോം ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാമിന്റെ പ്രത്യേകതകൾ. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളും കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബികോം ആണ്. അപ്പോൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പല എക്സാമുകളും ഉണ്ട്. അപ്പം നമ്മൾ ഡിഗ്രി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ നിങ്ങൾ പ്രിലിംസ് പാസ്സാകണം, അതിനുശേഷമാണ് മെയിൻസിലേക്ക് പോകേണ്ടത്. എന്നാൽ ബികോം ബേസ്ഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് നമ്മൾ നേരെ ഇന്റർവ്യൂയിലേക്ക് അപ്പിയർ ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും എക്സാം കണ്ടക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു, പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള എക്സാമുകളെ പോലെ അത്രത്തോളം ഡിലേ ആയിട്ടല്ല ഈ എക്സാമുകളൊക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നതും അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതും. അപ്പോൾ നിങ്ങൾ ബികോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾ ആദ്യാവസാനം വരെ കാണുക. നിങ്ങളിപ്പോൾ ബികോം ജസ്റ്റ് പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഈ ഒരു സെഷൻ ഒരുപാട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകൾ എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന സെഷൻ. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന എക്സാമുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും എന്തായാലും ഈ എക്സാമുകളൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ എക്സാമുകളെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PSC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള 4 എക്സാമുകളാണ്. അതിൽ കാറ്റഗറി ഫസ്റ്റ് നമ്പർ 364/2025 363/2025 എന്ന് പറയുന്നത് ബികോം ആണ്. അടിസ്ഥാന യോഗ്യത ജൂനിയർ അക്കൗണ്ടന്റ് ആണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അടുത്ത കാറ്റഗറി നമ്പർ 380 379 ബികോം വിത്ത് കോർപ്പറേഷൻ. അതായത് ബികോമിന് നമുക്ക് പല ടോപ്പിക്കുകളും മെയിൻ എടുത്ത് പഠിക്കാൻ സാധിക്കും. ഇപ്പം ചില കോളേജിൽ ഫിനാൻസ് ആണ്, ചില കോളേജിൽ ടാക്സ് വരും, അപ്പോൾ ചില കോളേജുകളിൽ ബികോം കോർപ്പറേഷൻ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പം ബികോം കോർപ്പറേഷൻ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങളുടെ ഒരു ചാകരയാണ് ഉള്ളത്. അപ്പം കാറ്റഗറി നമ്പർ 379 380 എന്ന് പറയുന്നതും ബികോം ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ പോലും കോർപ്പറേഷൻ ഐച്ഛിക വിഷയമായിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനും എഴുതാനും സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ജൂനിയർ അക്കൗണ്ടന്റിന്റെ കാര്യങ്ങളാണ് ആദ്യം നോക്കാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 364/2025 ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആൻഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കമ്പനീസ്, ബോർഡ് ആൻഡ് കോർപ്പറേഷൻസിലോട്ടൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ്. ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റിന് അനുസരിച്ചിട്ടുള്ള തുകയായിരിക്കും നമുക്ക്
സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലാഭത്തിൽ ഓടുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല ബെനിഫിറ്റ് ആയിരിക്കും സ്കെയിൽ ഓഫ് പേ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി വേക്കൻസീസ് എന്ന് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് നമ്മൾ ആദ്യമേ PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം അറ്റൻഡ് ചെയ്തു, അതിനുശേഷം ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നു. ദെൻ ഇന്റർവ്യൂവിൽ നിങ്ങൾ നല്ല രീതിയിൽ, അതായത് എക്സാമിൽ വിൻ ചെയ്ത് ഇന്റർവ്യൂ കൂടി കഴിയുമ്പോഴേക്കും ഷോർട്ട് ലിസ്റ്റ് വന്നു നേരിട്ട് നമുക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ ഈ എക്സാം എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം എന്ന് മാത്രമാണ്. അപ്പോൾ അടുത്തത് നമുക്കിതിൻ്റെ സിലബസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 10 മൊഡ്യൂളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 10 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആദ്യമേ തന്നെ കവർ ചെയ്യണം. അതിനുശേഷം പ്രധാനമായിട്ടുള്ള അക്കൗണ്ട്സുകൾ, അതായത് ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുകൾ ആൻഡ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. പാർട്ട്ണർഷിപ്പിൽ വരുന്ന അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡിസൊല്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് വരുന്നുണ്ട്. ദെൻ പാർട്ട്ണർ ഇൻസോൾവൻസിയെ കുറിച്ചിട്ടും വരുന്നുണ്ട്. പിന്നീട് വരുന്നത് കൺസൈൻമെന്റ് ആണ്. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസും പ്ലസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പം ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റ് പല എക്സാമുകൾക്കും ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ആൻഡ് അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാഷ് മാനേജ്മെന്റ് ആൻഡ് റിസീവബിൾ മാനേജ്മെന്റ്, ദെൻ ഡിവിഡൻഡ് പോളിസികൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ്സും അതേപോലെ തന്നെ സ്റ്റോക്ക് റീപർച്ചേസും ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഏകദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് മാത്രമാണ് സിലബസിൽ വന്നിട്ടുള്ളത്. ടഫായിട്ടുള്ള ഏരിയാസ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് PSC കണ്ടക്ട് ചെയ്യുന്ന BCom ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ക്വസ്റ്റ്യനകത്ത് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ സെറ്റ് എക്സാമിനും HSST എക്സാമിനും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഏരിയയിൽ നിന്നും നമ്മുടെ സാധാ BCom ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനും വരാറുള്ളത്. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സാമിന് പോലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ് എക്സാമിന് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ള പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് കോസ്റ്റുകൾ വരുന്നുണ്ട്, ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്. അപ്പം ടൈറ്റിൽ മാത്രം സൂചിപ്പിച്ചു എങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ആൻഡ് കാൽക്കുലേഷൻസ് ഉൾപ്പെടുത്തി വേണം പഠിച്ചു തുടങ്ങാൻ. അടുത്തതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മാനേജ്മെന്റ്. നമ്മൾ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് നമുക്ക് ഈ മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാനേജ്മെന്റിന്റെ നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് വരുന്നുണ്ട്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്ടിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ളവയാണ് ഈ ഒരു പോർഷനിൽ നിന്നും വരുന്നത്. അടുത്തത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5ൽ നിന്ന് നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ, അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ആണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നീട് വരുന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസികളും ഒക്കെയാണ്. അടുത്തത് കമ്പനി ലോ ആണ്. കമ്പനി ലോ എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടന്റുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, അതുപോലെ തന്നെ കമ്പനി ആൻഡ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ്, അവരുടെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്സ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്.
അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ വൈൻഡിങ് അപ്പിന്റെ ആ ഒരു ലിക്വിഡേഷൻ പ്രൊസീജിയറും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നൊരു ബ്രോഡ് ടോപ്പിക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്താണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റും പ്രൈമറി മാർക്കറ്റും മണി മാർക്കറ്റും എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നത്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, അതേപോലെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, ദെൻ സെക്കൻഡറി മാർക്കറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഡിമെറ്റലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലിസ്റ്റിംഗ്, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ റെഗുലേറ്ററി ഫ്രെയിംവർക്കുമാണ് ഉൾപ്പെടുന്നത്. അടുത്തത് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ എപ്പോഴും റീസെന്റ് ആയിട്ട് അപ്ഡേറ്റ് വന്ന കാര്യങ്ങൾ വേണം പഠിച്ചു പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സിന്റെ റൂൾസ് ആൻഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഇയറിലും ചേഞ്ച് ചെയ്ത് വരും. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുവാണെങ്കിൽ സ്ലാബ് റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ടാക്സ് പഠിക്കുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം പഠിക്കാനും. അപ്പൊ നിങ്ങളൊരു ഗൈഡോ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ടെക്സ്റ്റോ ഒക്കെ നിങ്ങൾ റെഫർ ചെയ്താൽ പോലും പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്താണോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. ഇൻകം ടാക്സ് ആക്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകളായിട്ടുള്ള അസസ്മെന്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ്, പേഴ്സൺ, അസസി, ഇൻകം, അതേപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഇൻകം, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, അതേപോലെ ഡിഡക്ഷൻസ് ഒക്കെ ഒരുപാട് തവണ വരാറുണ്ട്. പ്രത്യേകിച്ചും ഡിഡക്ഷൻസ് ചോദിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് പോലെ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ളവയാണ് വന്നിട്ടുള്ളത്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, കൺസ്യൂമർ ബിഹേവിയർ, അതേപോലെ തന്നെ പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഐറ്റംസ്, അതേപോലെ പ്രൊഡക്റ്റ് ലൈൻ എന്താണ്, പ്രൊഡക്റ്റ് മിക്സ് എന്താണ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ് തുടങ്ങിയിട്ടുള്ള പോർഷൻസും വരുന്നുണ്ട്. ആൻഡ് പ്രൊമോഷൻസ്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പീസ് ആണ്. അതായത് പ്രൈസ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ്, ദെൻ പ്രൊമോഷൻ ആൻഡ് പേസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സിലബസിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ 100% തിയറി ആണ് ഇതിന്റെ പോർഷൻസ് എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രോസസ്സ്, അതേപോലെ തന്നെ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഫയൽ, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് പഠിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ബികോമിന്റെ ഓഡിറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഈ ഒരു ഓഡിറ്റിംഗ് ബേസ് ചെയ്തിട്ട് വരുന്ന സിലബസിലെ ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 363/2025 ആണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വ്യത്യസ്ത കമ്പനികൾ കോർപ്പറേഷൻ ബോർഡിലേക്കുള്ള പോസ്റ്റ് ആണ് വിളിച്ചിട്ടുള്ളത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് Navigation Corporation Limited, Kerala State Handloom Development Corporation Limited, and Kerala State Film Development Corporation Limited, Kerala Minerals and Metals Limited, Kerala Agro Machinery Corporation Limited തുടങ്ങിയിട്ടുള്ള കമ്പനീസിലേക്കാണ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അക്കൗണ്ട് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഈ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് തന്നിട്ടുള്ളത്. ജൂനിയർ അക്കൗണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 2 പോസ്റ്റിലേക്കും ഉള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ബികോം ആണ്. അപ്പൊ നിങ്ങൾ ബികോം ഗ്രാജുവേറ്റ്സ് ആയവർക്ക് ഒരു സുവർണ അവസരമാണിത്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും എന്തായാലും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ 2026 അധികം വൈകാതെ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ കേരള PSC കൂടാതെ മറ്റു പല സംഘടനകളും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ ബികോം ഗ്രാജുവേറ്റ്സിനായിട്ട് ഇത്തരത്തില്
പല എക്സാമുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കണ്ട ഒരു പോസ്റ്റ് ആയിരിക്കുമല്ലോ മിൽമയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിൽമ ഇപ്പോൾ നടത്താൻ പോകുന്ന റിക്രൂട്ട്മെന്റിൽ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ബികോം ഗ്രാജുവേറ്റ്സിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിസ്ഥാന യോഗ്യത അല്ലെങ്കിൽ മിനിമം പ്രിസ്ക്രൈബ്ഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റെഗുലർ മോഡിലൂടെ, അതായത് നിങ്ങൾ റെഗുലർ ക്ലാസ്സിലൂടെ ബികോം ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനേക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. അതിൽ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 24 വേക്കൻസികളാണ് വരുന്നത്. സോ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മറ്റ് ക്ലറിക്കൽ ജോബ്സിൽ, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ക്ലറിക്കൽ ജോബ്സിൽ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി APCOS, അതായത് ആനന്ദ് പാറ്റൺ കോർപ്പറേറ്റ് സൊസൈറ്റീസിൽ വർക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ then shall be permanent serving employee of the affiliated APCOS. അതായത് ഈ ആനന്ദ് പാറ്റൺ കോർപ്പറേറ്റ് സൊസൈറ്റീസിലെ പെർമനന്റ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഇതിൽ ഉണ്ടായിരിക്കണം. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ബികോം ഗ്രാജുവേറ്റ്സ് ആണ്, പക്ഷെ സ്പെഷ്യലൈസേഷൻ കോർപ്പറേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ബികോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ എടുത്തവര് പക്ഷെ HDC നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബികോം കോർപ്പറേഷൻ ഇക്വലന്റ് ആണ് HDC എന്ന് പറയുന്നത്, ഹയർ ഡിഗ്രി ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് HDC അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷനിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്കുമാണ് ജൂനിയർ സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. 10 വേക്കൻസികളാണ് ഉള്ളത് ആൻഡ് അവിടെ എക്സ്പീരിയൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നെ ആനന്ദ് പാറ്റൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു 3 ഇയർ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ ഇത് ബികോം വിത്ത് കോർപ്പറേഷൻ എടുത്തവര് മസ്റ്റ് ആയിട്ടും അപ്പിയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് അപ്പിയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. നല്ലൊരു ചാൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ മറ്റുള്ള ഡിഗ്രിയെ പോലെയല്ല, നിങ്ങൾ ബികോം ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ജോലിയേക്കാൾ ഉപരി PSCയുടെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള സർവീസിലേക്ക് ഡയറക്റ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്ത് കയറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 380/2025 എന്ന് പറയുന്നത് നോർമൽ ബികോം അല്ല, ബികോം വിത്ത് കോർപ്പറേഷൻ, അതായത് ബികോമിനോടൊപ്പം കോർപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഇനിയിപ്പോൾ നിങ്ങൾ ബികോം വിത്ത് ഫിനാൻസ് ആകാം, ടാക്സ് ആകാം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ബികോമിനോടൊപ്പം കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കോർപ്പറേഷൻ വരുന്ന സെമസ്റ്ററുകളുടെ ഫീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബികോം വിത്ത് കോർപ്പറേഷൻ നേടണം എന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ വരുന്ന സെമ്മുകളുടെ മാത്രം ഫീസ് അടച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ബികോം വിത്ത് കോർപ്പറേഷൻ എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ബികോം വിത്ത് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ കേരള PSC കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സഹകരണ വകുപ്പുകൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളാണെന്നുണ്ടെങ്കിലും എല്ലാ വർഷവും ഒരുപാട് എക്സാമുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേസ് കാർഡ് ആണ്, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ശമ്പളം 16,580 മുതൽ 55,005 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ എന്തായാലും ഇതിനകത്ത് മെയിൻ സിലബസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ തന്നെയാണ്. അതിനോടൊപ്പം എക്സ്ട്രാ വരുന്നത് അക്കൗണ്ടിങ് ആൻഡ് ബാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ ബികോം കോർപ്പറേഷൻ എടുത്ത് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 379/2025 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ
എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ JCI അഥവാ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 39,300 ടു 83,000 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസികൾ എന്ന് പറയുന്നത് 2 വേക്കൻസിയാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാം, അതായത് 379 അതേപോലെ 79 380, ഈ 2 കാറ്റഗറി നമ്പർ എക്സാമുകളും ബികോമിനോടൊപ്പം കോപ്പറേഷൻ സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബികോം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ബികോം മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും അറ്റൻഡ് ചെയ്യുക. എത്ര വേഗം ക്ലിയർ ചെയ്യാമോ അത്ര വേഗം ക്ലിയർ ചെയ്തെടുക്കുക. PSC കണ്ടക്ട് ചെയ്യുന്ന ഈ എക്സാമുകളൊക്കെ തന്നെ അധികം ലാഗ് ഇല്ലാതെ തന്നെയാണ് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത്. നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള ജോലിയിൽ ഇരുന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ടോസ് അക്കാഡമി ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനാണെങ്കിൽ നിങ്ങൾ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 199/2025 ആണ്. അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ കൺഫർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ഒരു എക്സാം ആണ്. അപ്പൊ എക്സാം വരുന്നത് ഫെബ്രുവരി 20-നാണ്, 2026 ഫെബ്രുവരി 20-നാണ്. അപ്പോൾ 2026 തുടങ്ങിയതിന് ശേഷം നമുക്ക് വരാൻ പോകുന്ന ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് ഈ ഒരു എക്സാമിലേക്ക് ഇനി പഠിക്കാനായിട്ട് ഇനിയും ഒരു 1.5 മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 199/2025 എന്ന് പറയുന്ന എക്സാം ഫെബ്രുവരി 20, 2026-നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ എവിടത്തേക്കുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫിനാൻസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 11,620 രൂപ മുതൽ 20,240 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരാൻ പോകുന്ന വേക്കൻസീസിന്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസിന് വേണ്ടിയിട്ടാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെയാണ്. അതായത് 1989 മുതൽ 2007 വരെ ഉള്ളവർക്ക് 2 ഡേറ്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും SC/ST കാൻഡിഡേറ്റ്സിനും ഒരു ഏജ് റിലാക്സേഷൻ, യൂഷ്വലി ഉള്ള ഏജ് റിലാക്സേഷൻ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണെന്നും കൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. നമുക്കറിയാം, ഈ പറയുന്ന ഫിനാൻസ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് BCom ബേസ്ഡ് എക്സാം ആണ്. ഡിഗ്രി ഇൻ കൊമേഴ്സ് തന്നെയാണ്. റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom പാസ്സാകുക എന്ന് പറയുന്നത് തന്നെയാണ് മെയിൻ ക്വാളിഫിക്കേഷൻ. പക്ഷെ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അവർ ഇത് മാത്രമല്ല, BCom മാത്രമല്ല, വേറെ 2 ക്വാളിഫിക്കേഷനും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. BComഉം അതിനോടൊപ്പം അവർ പറയുന്നത് എന്താണ്, PGDCA അല്ലെ, നമ്മുടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ അതിന്റെ PG ആണ് അവർ ചോദിക്കുന്നത്. PGDCA ആണ്. റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും PGDCA എടുക്കണം. ഏതൊക്കെയാണ് റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് PSC തന്നെ നമുക്ക് അറിയാൻ പറ്റും, എവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്, റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒന്നുകിൽ അക്കൗണ്ടിങ് ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിലോട്ടോ, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ സർവീസിൽ നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ടുണ്ടാകണം. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആകാം, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ആകാം. അപ്പൊ നമുക്ക് അതും BCom കിട്ടിയതിന് ശേഷം ആഫ്റ്റർ അക്വയറിംഗ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. അതായത് നമുക്ക് BCom കിട്ടിയതിന് ശേഷം നമുക്കുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ റെലവെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതും സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ, രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ.
അപ്പൊ ഈ ഒരു എക്സാം നമുക്ക് എക്സാം ആയിക്കഴിഞ്ഞു. പിന്നെ ഇത് ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി അടുത്ത തവണകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വേണമെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാംസിന് അത് ഉപകരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അതിന്റെ സിലബസിലോട്ട് പോവാം. അതായത് ഇവിടെ നമുക്ക് എല്ലാ എക്സാമിലെ പോലെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 തന്നെയാണ്. അതിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ന് 80 മാർക്കാണ്. പാർട്ട് 2 എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 20 മാർക്കായിരിക്കും. പാർട്ട് 1 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഈ 80 മാർക്കിന് നമ്മൾ വിവിധ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൽ നിന്ന് 8 മാർക്ക്. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിൽ നിന്ന് 8 മാർക്ക്. ഇനി അക്കൗണ്ടിങ്ങിൽ നിന്ന് ഏതൊക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നമുക്കിപ്പം അറിയാം, നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം തന്നെ പഠിച്ചു പോകണമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ മൊഡ്യൂളുകൾ ഏതൊക്കെയാന്ന് മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അക്കൗണ്ടിങ് 8 മാർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 8 മാർക്ക്, കോസ്റ്റ് അക്കൗണ്ടിങ് 8 മാർക്ക്, അതിനുശേഷം നമ്മുടെ മാനേജ്മെന്റ് 8 മാർക്ക്, മാനേജീരിയൽ എക്കണോമിക്സിന് 8 മാർക്ക്, കമ്പനി ലോയ്ക്കും 8 മാർക്ക്. ഈ പറയുന്ന 6 മൊഡ്യൂളുകളെ. അതിനുശേഷം ക്യാപിറ്റൽ മാർക്കറ്റ് 8 മാർക്ക്, ഇൻകം ടാക്സ് 8 മാർക്ക്, മാർക്കറ്റിംഗ് 8 മാർക്ക്, ഓഡിറ്റിംഗ് 8 മാർക്ക്. അപ്പൊ നമ്മുടെ കൊമേഴ്സിന്റെ എല്ലാ മൊഡ്യൂളുകളും കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും 8 മാർക്ക്, അതായത് ഒരു 10 മൊഡ്യൂളുകളിൽ നിന്ന് 8 മാർക്ക് വീതമാണ്. അപ്പൊ അങ്ങനെയാണ് അവര് പാർട്ട് 1ലെ 80 മാർക്ക് കവർ ചെയ്യുന്നത്. 10 മൊഡ്യൂളുകളിൽ 8 മാർക്ക് വീതം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു പാർട്ട് എയിൽ നിന്ന് 80 മാർക്ക്, പാർട്ട് 2ൽ നിന്ന് 20 മാർക്കാണ്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് PGDC പഠിക്കണമെന്ന് അറിയാം അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കുകളാണ്. മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സിൽ നിന്നാണ് 5 മാർക്കാണ് ചോദിക്കുന്നത്. ഓഫീസ് ഓട്ടോമേഷനിൽ നിന്നും 5 മാർക്ക്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അല്ലെ, നമ്മുടെ C++, പൈത്തൺ അതുപോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് 4 മാർക്ക്, ഡേറ്റാബേസ് മാനേജ്മെന്റിൽ നിന്ന് 3 മാർക്ക്, വെബ് ഡിസൈനിങ്ങിൽ നിന്ന് 3 മാർക്ക്. അങ്ങനെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിന്നിട്ടുള്ള 20 മാർക്ക് കവർ ആകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇതും കൺഫർമേഷൻ കൊടുത്ത് എക്സാം ജനുവരിയിൽ, ഫെബ്രുവരിക്ക് മുന്നേ ജനുവരിയിലുള്ള എക്സാം ഉള്ള കാറ്റഗറി നമ്പറുള്ള എക്സാം ആണ് 237/2024. 24ൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാം ആണ്. ജനുവരി 15-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. ഇനി അധികം സമയമില്ല. എന്നാലും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാത്തവർ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തവർക്ക് ഇത് ഉപകരിക്കും. അപ്പൊ ഈ ഒരു എക്സാം നമ്മൾ ഏത് ഫേമിലേക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, അവിടത്തേക്കുള്ള ഡെപ്യൂട്ടി മാനേജർ ആണ് ഫിനാൻസ് അക്കൗണ്ട് സെക്രട്ടറിയൽ. ഈ ഒരു 3 മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെപ്യൂട്ടി മാനേജർ ആണ്. സ്കെയിൽ ഓഫ് പേ, നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെ ഇവിടെ ഉണ്ട്. 35,700 to 75,600. അപ്പൊ അത്രയും സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു ഉയർന്ന പോസ്റ്റ് തന്നെയാണ് ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്നത്. ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡെപ്യൂട്ടി മാനേജർ ഉയർന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബികോം മതിയാകത്തില്ല ഇതില്. അപ്പൊ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ എല്ലായിടത്തും പോലെയുള്ള നമ്മുടെ ഏജ് ലിമിറ്റ് നമ്മൾ മറക്കരുത്. അപ്പൊ ഈ ഒരു 2 വർഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് ആണെന്നും, പിന്നെ ബാക്കിയുള്ളവർക്ക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും SC/ST റിലാക്സേഷനും ഉണ്ട് എല്ലാ പോസ്റ്റുകൾക്കും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ബികോം പഠിച്ചിട്ടും നമ്മൾ CA എഴുതുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആൻഡ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് വേണം, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് വേണം. അപ്പൊ നമുക്ക് CA എന്ന് പറയുന്ന ഒരു കടമ്പ കൂടെ പാസ്സാകണം എന്നാണ് ഈ ഒരു എക്സാം. നമുക്ക് ആ ഒരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബികോം ഡിഗ്രി ഉള്ളവരും ഇല്ലാത്തവരും CA ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉപകരിക്കട്ടെ ഈ ഒരു എക്സാം. ഇനി വരുന്ന സമയത്ത് ഇപ്പൊ CA ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉപകരിക്കുന്നതായിരിക്കും. ഈവൻ നമുക്ക് ഒരു ഹൈ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ബികോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സിലബസിൽ വരുന്നത്. കമ്പനി ലോ ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റലിൽ 12 മാർക്ക്,
കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 10 മാർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 9 മാർക്ക്, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് എത്തിക്സ് 7 മാർക്ക്, ക്യാപിറ്റൽ മാർക്കറ്റ് 10 മാർക്ക്. ഇതെല്ലാം തന്നെ നമ്മുടെ ബികോം ബേസ്ഡ് വരുന്നതാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവൽ ആകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, കാരണം ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് 12 മാർക്ക്, എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ലോസ് 6 മാർക്ക്, ഡയറക്റ്റ് ടാക്സ് 14 മാർക്ക്, ഇൻഡയറക്റ്റ് ടാക്സ് 12 മാർക്ക്, ഓഡിറ്റിംഗ് 8 മാർക്ക്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഡയറക്റ്റ് ടാക്സും ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഈ ഒരു കേസിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ടാക്സേഷൻ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് STO, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. അപ്പോൾ ഒരിടനെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. 2024 കഴിഞ്ഞ ലിസ്റ്റ് വന്നത്. അപ്പൊ നമുക്ക് ലിസ്റ്റ് തീരാൻ ഇനി കാലാവധി ഉണ്ട്. പക്ഷെ എന്നെങ്കിൽ കൂടെ നമുക്ക് ഒരുപാട് എന്താണ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, പ്രൈവറ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. STO ഉടനെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴേ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നല്ലൊരു ഗ്ലാമർ പോസ്റ്റ് കൂടെയാണ് STO എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് SGSTയുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് STO എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. സ്കെയിൽ ഓഫ് പേ ഹൈ സ്കെയിൽ ഓഫ് പേ ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗ്ലാമർ പോസ്റ്റ് എന്ന് പറയുന്നത്. 39,500 to 83,000 ആണ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അവിടെ നമ്മുടെ ഏജ് ലിമിറ്റ് ഈ പറയുന്ന 18 to 36 ആണ്. പക്ഷെ നിങ്ങൾ 18 to 36 ആണെങ്കിൽ കൂടെ എല്ലാത്തിനും നമുക്ക് വരുന്ന ആ ഒരു ഇയർ വ്യത്യാസമുണ്ട് അല്ലെ. ഈ 1985, 2003 ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരുന്നുണ്ട് നമ്മൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ടൈം അനുസരിച്ച്. അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകും. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഇനി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒന്നുകിൽ നമുക്ക് വേണ്ടത് ഡിഗ്രി ഇൻ ലോ, ഗ്രാജുവേഷൻ അല്ലെ, ലോ പാസ്സായിരിക്കണം. LLBയുടെ ആ ഒരു ഡിഗ്രി വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്റർ പാസ് ആയിരിക്കണം. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് 1949 പ്രകാരമുള്ള ഇന്റർ പാസ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, അതായത് നമ്മുടെ MCOM പാസ് ആയിരിക്കണം. അതല്ലെങ്കിൽ MBA പാസ് ആയിരിക്കണം. MBA ഫിനാൻസ് ആണ് ആക്ച്വലി എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ MCOMകാരെ സംബന്ധിച്ചൊരു വലിയൊരു നല്ലൊരു പോസ്റ്റാണ്. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ MCOMകാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസിനുള്ള സമയം കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടെയാണ് STOയുടേത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് STO വന്നപ്പോൾ ഉള്ള കാറ്റഗറി നമ്പർ ആണ് ഇത്, 123/2021. 2021 എക്സാം നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷെ ലിസ്റ്റ് വന്നത് 2024 ആണ്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ നമുക്ക് എല്ലായിടത്തെയും പോലെ 100 മാർക്കിന് തന്നെയാണ് എക്സാം. അപ്പൊ ഇതിന്റെ സിലബസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ നമുക്ക് പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ട് 1 അവർ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പറയുന്നത്. 40 മാർക്കിന് നമ്മുടെ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വരുന്നുണ്ട്. അതില് അക്കൗണ്ടൻസി മാത്രം 25 മാർക്കാണ് പറയുന്നത്. ബാക്കി 15 മാർക്കാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വരുന്നത്. അപ്പൊ അക്കൗണ്ടൻസിയുടെ 25 മാർക്ക് എങ്ങനെ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് നിന്നും നമുക്ക് 4 മാർക്ക്, പാർട്ട്ണർഷിപ്പിൽ നിന്ന് 4 മാർക്ക്, കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് 4 മാർക്ക്, പോസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് 5 മാർക്ക്, മാനേജ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് 4 മാർക്ക്, ബഡ്ജറ്ററി കൺട്രോളിൽ നിന്ന് 4 മാർക്ക്. അങ്ങനെ പോകും നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ. പാർട്ട് 1 40 മാർക്കിൽ അക്കൗണ്ടൻസിയുടെ 25 മാർക്ക് പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ 15 മാർക്കിൽ ഫിനാൻസ് ഫംഗ്ഷനിൽ നിന്നും 1 മാർക്ക്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നിന്ന് 3 മാർക്ക്, ഫിനാൻസിംഗ് ഡിസിഷനിൽ നിന്ന് 2 മാർക്ക്, ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്നും 2 മാർക്ക്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നിന്ന് 4 മാർക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് 3 മാർക്ക്. നമുക്കറിയാം ഡിസിഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 6-7 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് അങ്ങനെ 15 മാർക്കാണ് വരുന്നത്. അങ്ങനെ പാർട്ട് 1 40 മാർക്ക്.
പാർട്ട് 2 ലോ ആണ്. ഇതാണ് നമുക്ക് പറയുന്നത് ലോ ഡിഗ്രി എടുത്തവർക്കും പഠിക്കാം. അപ്പം നമുക്ക് അക്കൗണ്ടൻസി പഠിച്ചവർക്ക് ആദ്യത്തെ 40 മാർക്ക് പാർട്ട് 1ലെ 40 മാർക്ക് ഈസി ആയിരിക്കും. പക്ഷെ ലോ പഠിച്ചവർക്ക് അടുത്ത പാർട്ടായിരിക്കും ആ 40 മാർക്കായിരിക്കും അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ മൊഡ്യൂൾ 1 ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂസ് ആണ്. അതൊക്കെ ലോയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മൊഡ്യൂളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇതൊക്കെ 5 മാർക്ക് വീതമാണ്. അടുത്ത ലോ റിലേറ്റിംഗ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പൊ GST ലോ ബേസ് ചെയ്ത് 10 മാർക്ക്. അത് നമ്മൾ പലതവണയായിട്ട് കൊമേഴ്സുകാർ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ പഠിക്കേണ്ടി വരുന്നുണ്ട് മൊഡ്യൂൾ 3. ദെൻ മൊഡ്യൂൾ 4 IPSC, CRPC ആൻഡ് എവിഡൻസ് ആക്ടിൽ നിന്ന് 5 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ലോയിൽ തന്നെയുള്ള 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് ടോട്ട്സ് ആണ്, 5 മാർക്ക്. ലോ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ഇൻകം, ലക്ഷറീസ്, റവന്യൂ റിക്കവറി ആൻഡ് മണി ലെൻഡിങ്, അതും 5 മാർക്ക്. ദെൻ ആന്റി കറപ്ഷൻ ലോസ് 5 മാർക്ക്. എങ്ങനെയാണ് പാർട്ട് 2 40 മാർക്ക് കവർ ആകുന്നത്? അപ്പൊ നമുക്ക് 40 പാർട്ട് 1 40, പാർട്ട് 2 40, 80 മാർക്ക് കവറായി. ഇനി വരുന്ന 20 മാർക്കില് പാർട്ട് 3ലുള്ള ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നാണ് 10 മാർക്ക് വരുന്നത്. ബാക്കി 10 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ്, GK, കറണ്ട് അഫെയർ, റിനൈസൻസ്, അങ്ങനെയുള്ള എല്ലാം കൂടെ കവറായാണ് 10 മാർക്ക്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 100 മാർക്ക് കിട്ടുന്നത്. നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ലോ പാർട്ടൊക്കെ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് അതിൽ നിന്ന് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴേ വർക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വിളിച്ച എക്സാം, നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൺഫർമേഷൻ കൊടുത്ത എക്സാംസ്, അതുപോലെ തന്നെ ഇനി വരാൻ നമുക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്ന STO തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും തന്നെ ഒട്ടും സമയം കളയാതെ നമുക്കിത് 2026ലും 27ലും ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുന്ന എക്സാംസുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങുക. കാരണം ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ PSC കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയി മാറുകയാണ്. അപ്പം നമുക്ക് നേരത്തെ കൂട്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷൻസും കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ മോശമായിരുന്നു, ഡിഗ്രി നമുക്കില്ല, PG നമുക്കില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അപ്പം നമുക്ക് മാർക്ക് കുറവാണെന്നും പറഞ്ഞ് നമ്മൾ PSC കുറച്ച് പുറകിലോട്ട് നിൽക്കാൻ പാടില്ല. നമ്മുടെ ടാലന്റിനെ കാട്ടി നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വർക്ക് ആണ് ഇവിടെ നമുക്ക് മുൻപന്തിയിൽ എത്താൻ സാധിക്കുന്നത്. സോ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് എന്നാണ്. ഒരിക്കലും ടാലന്റ് അല്ല നമ്മുടെ ഹാർഡ് വർക്കിന് ബീറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, കാരണം നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു 2026 കിട്ടട്ടെ. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, വർക്ക് ചെയ്യാൻ പറ്റുന്ന 2026 നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടോ ഞാൻ ന്യൂ ഇയർ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് നേരുകയാണ്. നല്ലൊരു പുതുവത്സരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു.